സിനിമയിലെ വില്ലന്മാരെ പോലും തോൽപ്പിക്കുന്ന അഭിനയ പാടവം കാഴ്ചവെച്ച ആളാണ് നടിയും അവതാരകയും സംരംഭകയുമായ ആര്യയുടെ മുൻ കാമുകനെന്നും 3 വർഷക്കാലം പ്രണയവും ലിവിങ് ടുഗദറും ഒക്കെയായി ആര്യയെ എല്ലാവിധത്തിലും ചൂഷണം ചെയ്ത ശേഷം നിഷ്കരുണം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായതെന്നും സംവിധായകൻ ആലപ്പി അഷറഫ്. ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയത് ആര്യയ്ക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്നും ബിഗ് ബോസിൽ നിന്ന് ആര്യയ്ക്ക് പണം കിട്ടിയതൊഴിച്ചാൽ ആ ഷോ നഷ്ടക്കച്ചവടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നഷ്ടങ്ങളൊക്കെ ആര്യയെ പാനിക് അറ്റാക്കിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ തള്ളിവിടുകയാണ് ഉണ്ടായത്. അതിൽ നിന്നൊക്കെ മോചിതയാവാൻ ഏതാണ്ട് 1 വർഷക്കാലം വേണ്ടി വന്നു എന്നാണ് ആര്യ പറയുന്നത്. ആര്യയ്ക്ക് ബിഗ് ബോസിൽ പോകാൻ പ്രചോദനം നൽകിയതും അതിനുവേണ്ടി എയർപോർട്ടിൽ കൊണ്ടുചെന്ന് ആക്കിയതും തൻ്റെ പ്രിയപ്പെട്ട കാമുകനായിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ കോളിൽ വേർപാടിൻ്റെ വേദനയും അയാൾ പൊട്ടിക്കരയുന്നത് കണ്ട് കരളലിയിപ്പിക്കുന്ന വേദനയോടെയാണ് ആര്യ ഹൗസിനുള്ളിലേക്ക് കടന്നുപോയത്. എന്നാൽ ആര്യയുടെ നിഷ്കളങ്കമായ ആ സ്നേഹത്തെ തൻ്റെ കാമുകനായ ആ വില്ലൻ ചൂഷണം ചെയ്യുകയാണെന്ന് ആ പാവം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. സിനിമയിലെ വില്ലന്മാരെ പോലും തോൽപ്പിക്കുന്ന അഭിനയ പാടവം കാഴ്ചവെച്ച ആളാണ് ഇയാളെന്ന് പറയാതെ വയ്യ. 2 പ്രാവശ്യത്തെ വിവാഹമോചനം കഴിഞ്ഞ ആളാണ് ഇയാൾ. 3 വർഷക്കാലം പ്രണയവും ലിവിങ് ടുഗദറും ഒക്കെയായി ആര്യയെ എല്ലാവിധത്തിലും ചൂഷണം ചെയ്ത ശേഷം നിഷ്കരുണം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായത്. ബിഗ് ബോസിലെ 75 ദിവസത്തെ സംഘർഷഭരിതമായ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ ആര്യ ആദ്യം വിളിച്ചത് തൻ്റെ മകളെയോ വീട്ടുകാരെയോ ആയിരുന്നില്ല, ആ കൊടും ചതിയനെയായിരുന്നു. 1 പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അയാൾ ഫോൺ എടുത്തില്ല. അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ അയാൾ തിരികെ വിളിച്ചു. ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്നൊരു ന്യായം പറഞ്ഞു. ഒരു താല്പര്യവുമില്ലാതെ അയാൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആര്യയ്ക്ക് സങ്കടവും സംശയവും തോന്നി. പിന്നീടാണ് തന്നെ ഞെട്ടിച്ച, തൻ്റെ മനസ്സിനെ അപ്പാടെ തകർത്ത് കളഞ്ഞ ആ സത്യം ആര്യ അറിയുന്നത്. അയാൾ താൻ പരിചയപ്പെടുത്തിയ തൻ്റെ പ്രിയ കൂട്ടുകാരിയുമായി ജീവിതം തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. ആര്യ തന്നെ ചതിച്ചു കളഞ്ഞ കാമുകനെപ്പറ്റി പറയുമ്പോൾ ഇന്നും വിങ്ങിപ്പൊട്ടാറുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അയാളോടുള്ള പ്രണയവും ഇഷ്ടവും ആര്യയുടെ മനസ്സ് എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ആര്യ അനുഭവിച്ച ഇത്തരം ട്രോമയിലൂടെ കടന്നുപോയത് ഒരു ദുർബലയായ പെൺകുട്ടിയായിരുന്നുവെങ്കിൽ അതിൻ്റെ പര്യവസാനം വലിയൊരു ദുരന്തമായേനെ, ആലപ്പി അഷറഫ് പറയുന്നു.